ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബി ഹൗസിൽ ചെറിയൊരു ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ അപ്പാനി രവി, ഷാരിക, സരിക, പിന്നി, അക്ബർ, റെന ഫാത്തിമ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പാനി രവി പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ബാഡ് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമായിരിക്കുന്നു. അപ്പോൾ ഷാരിക പറയുന്നു, എനിക്കതൊന്നും പ്രശ്നമില്ല, എൻ്റെ തന്തയും തള്ളയും വീട്ടുകാരെയൊക്കെ വിളിച്ച് ഒരുപാട് കമൻസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അക്ബർ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റെന ഫാത്തിമ പറയുന്നു, അക്ബർ ഇക്കായ്ക്ക് വെളിയിൽ ഒരു പെൺകോന്തൻ എന്നുള്ള ഇമേജ് ആയിരിക്കും വരുന്നത്, അതായത് കമൻസ് ഒക്കെ ഇടുമ്പം പെൺകോന്തൻ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും എഴുതുന്നതൊക്കെ നമ്മുടെ റെന ഫാത്തിമ പറയുന്നു. പുള്ളിക്കാരി പറഞ്ഞത് സത്യമാണ്. അപ്പോൾ നമ്മുടെ അക്ബർ അവിടെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നു. തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പം നമുക്ക് നോക്കാം, ഇനിയും ജിസേലിൻ്റെ പുറകെ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കാരണം അത് പറഞ്ഞപ്പോഴത്തേക്കും റെന ഫാത്തിമ പെൺകോന്തനാണുള്ള ഇമേജ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ അവിടെ കിടപ്പുണ്ട്. ഒരു റീപ്ലൈയും കൊടുത്തില്ല. അതെല്ലാം കേട്ട് കണ്ട് അവിടെ കിടക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിൽ വന്നു കാണും, എന്നാ ഇങ്ങനെ പോയാൽ പറ്റുകയില്ല. കാരണം ജിസേലിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തുള്ള നമ്മൾ കണ്ടതാണ്. റെന ഫാത്തിമ പറഞ്ഞതും കറക്റ്റാണ്. അപ്പോൾ ഇനി മുന്നോട്ട് അക്ബർ ഇനി എങ്ങനെ ആയിരിക്കും അക്ബറിൻ്റെ ഗെയിമെന്ന് നമുക്ക് കാണാം. അതായത് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ ബോയ്സിനും മനസ്സിലായി ജിസേലിൻ്റെ പുറകെയാണെന്നുള്ള ഒരു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി കളി മാറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അനുമോൾ സേവ് ആയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്ക് വെളിയിൽ നല്ലൊരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം.